ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ലോഗോസ് ക്വിസ് മാസ്റ്ററിൻ്റെ ഈ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ഇതിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലോഗോസിനെ പഠിച്ചൊരുങ്ങുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുവാനും ശ്രദ്ധിക്കുമല്ലോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോവുക 2026 ലോഗോസിന്റെ പഠനഭാഗമായ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലെ 4-ാം അധ്യായത്തിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 71 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. ചോദ്യങ്ങൾ സമയം കിട്ടുമ്പോൾ പല ആവർത്തി കേട്ട് ഉത്തരങ്ങൾ ഉൾപ്പെടെ മനഃപ്പാഠമാക്കുവാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ. ലോഗോസ് ക്വിസ് പരീക്ഷയ്ക്ക് മുഴുവൻ മാർക്കും നേടുവാൻ സഹായിക്കുന്ന തരത്തിൽ 100 പരീക്ഷകൾ അടങ്ങുന്ന ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് നമ്മൾ ഈ ചാനലിൽ ചെയ്യുന്നുണ്ട്. ഈ 100 പരീക്ഷകൾക്കും കൂടി ആകെ 300 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. പരീക്ഷയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന ഗൂഗിൾ പേ നമ്പറിലേക്ക് 300 രൂപ അയച്ചതിന് ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ടും നിങ്ങളുടെ പേരും പരീക്ഷയുടെ ലിങ്ക് ലഭിക്കേണ്ട വാട്സാപ്പ് നമ്പറും അതേ നമ്പറിലേക്ക് തന്നെ മെസ്സേജ് അയക്കാൻ ശ്രദ്ധിക്കുമല്ലോ. മോക്ക് ടെസ്റ്റ് സീരീസ് നമ്മൾ ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഇതിനു മുമ്പ് നടന്ന മോക്ക് ടെസ്റ്റ് സീരീസിന്റെ ലിങ്കുകളും അയച്ചു തരുന്നതായിരിക്കും. 1. യോഹന്നാനേക്കാൾ അധികം ആളുകളെ താൻ ശിഷ്യപ്പെടുത്തുകയും സ്നാനപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് ആര് കേട്ടതായി കർത്താവ് അറിഞ്ഞ്? ഉത്തരം: ഫരിസേയർ കേട്ടതായി. 2. 4-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം: 54 വാക്യങ്ങൾ. 3. യോഹന്നാൻ 4-ാം അധ്യായത്തിലെ ആദ്യത്തെ തലക്കെട്ട് എന്താണ്? ഉത്തരം: യേശുവും സമരിയാക്കാരിയും. 4. വാസ്തവത്തിൽ യേശു നേരിട്ട് ആരെയും സ്നാനപ്പെടുത്തിയിരുന്നില്ല. ആരാണ് സ്നാനപ്പെടുത്തിയിരുന്നത്? ഉത്തരം: ശിഷ്യന്മാർ. 5. അവൻ യൂദയ വിട്ട് വീണ്ടും എവിടേക്ക് പുറപ്പെട്ടു? ഉത്തരം: ഗലീലയിലേക്ക്. 6. യേശുവിന് ഏത് സ്ഥലത്ത് കൂടെയാണ് കടന്നു പോകേണ്ടിയിരുന്നത്? ഉത്തരം: സമരിയായിലൂടെ. 7. യോഹന്നാൻ 4:5 സമാനമായ പഴയ നിയമ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം: ഉൽപ്പത്തി 33:19, ജോഷുവ 24:32. 8. സമരിയായിൽ യേശു എത്തിച്ചേർന്ന പട്ടണത്തിന്റെ പേര് എന്താണ്? ഉത്തരം: സിക്കാർ. 9. സിക്കാർ പട്ടണം എവിടെയായിരുന്നു? ഉത്തരം: യാക്കോബ് തന്റെ മകൻ ജോസഫിന് നൽകിയ വയലിനടുത്ത്. 10. യാക്കോബിന്റെ കിണർ എവിടെയായിരുന്നു? ഉത്തരം: സമരിയായിൽ. 11. യാത്ര ചെയ്ത് ക്ഷീണിച്ച യേശു എവിടെയിരുന്നു? ഉത്തരം: യാക്കോബിന്റെ കിണറിന്റെ കരയിൽ ഇരുന്നു. 12-ാമത്തെ ചോദ്യം: യേശു കിണറിന്റെ കരയിൽ ഇരുന്നപ്പോൾ എത്ര മണിക്കൂർ ആയിരുന്നു? ഉത്തരം: ഏകദേശം 6-ാം മണിക്കൂർ. 13. 6-ാം മണിക്കൂറിൽ കിണറിന്റെ കരയിൽ വെള്ളം കോരാൻ വന്നത് ആരാണ്? ഉത്തരം: ഒരു സമരിയാക്കാരി. 14. യേശു സമരിയാക്കാരിയോട് എന്ത് ചോദിച്ചു? ഉത്തരം: എനിക്ക് കുടിക്കാൻ തരിക. 15. യേശുവിന്റെ ശിഷ്യന്മാർ എവിടേക്കാണ് പോയിരുന്നത്? ഉത്തരം: ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ പട്ടണത്തിലേക്ക്. 16. നീ ഒരു യഹൂദനായിരിക്കെ എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം: സമരിയാക്കാരി. 17. യഹൂദരും ആരും തമ്മിൽ സമ്പർക്കമില്ല എന്നാണ് സമരിയാക്കാരി പറഞ്ഞത്. ഉത്തരം: സമരിയാക്കാരും തമ്മിൽ. 18. വെള്ളം കോരാൻ
നിനക്ക് എന്തില്ല എന്നാണ് സമരിയാക്കാരി പറഞ്ഞത്? ഉത്തരം പാത്രമില്ല. 19 കിണർ എങ്ങനെയുള്ളതാണെന്ന് സമരിയാക്കാരി പറഞ്ഞത്? ഉത്തരം ആഴമുള്ളത്. 20 ജീവജലം ലഭിക്കാതിരിക്കാനുള്ള എന്തെല്ലാം കാരണങ്ങളാണ് സമരിയാക്കാരി പറഞ്ഞത്? ഉത്തരം നിനക്ക് പാത്രമില്ല, കിണർ ആഴമുള്ളതാണ്. 21 ഈ കിണർ ഞങ്ങൾക്ക് തന്ന ഞങ്ങളുടെ പിതാവായ ആരേക്കാൾ വലിയവനാണോ നീ എന്നാണ് സമരിയാക്കാരി ചോദിച്ചത്? ഉത്തരം യാക്കോബിനേക്കാൾ. 22 ആരെല്ലാം യാക്കോബിന്റെ കിണറ്റിൽ നിന്ന് കുടിച്ചിരുന്നതായി സമരിയാക്കാരി പറഞ്ഞു? ഉത്തരം യാക്കോബും അവന്റെ മക്കളും കന്നുകാലികളും. 23 യാക്കോബിന്റെ കിണറ്റിലെ വെള്ളം കുടിക്കുന്നവന് എന്ത് സംഭവിക്കും എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം വീണ്ടും ദാഹിക്കും. 24 ആര് നൽകുന്ന വെള്ളം കുടിക്കുന്നവന് ഒരിക്കലും ദാഹിക്കുകയില്ല? ഉത്തരം യേശു നൽകുന്ന വെള്ളം. 25 യേശു നൽകുന്ന ജീവന്റെ ജലം മനുഷ്യനിൽ എന്താകും? ഉത്തരം നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും. 26 ആ ജലം എനിക്ക് തരിക എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം സമരിയാക്കാരി സ്ത്രീ. 27 ജീവജലം ചോദിച്ച സമരിയാക്കാരിയോട് യേശു ആരെ കൂട്ടിക്കൊണ്ടുവരുവാനാണ് പറഞ്ഞത്? ഉത്തരം ഭർത്താവിനെ. 28 എനിക്ക് ഭർത്താവില്ല എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം സമരിയാക്കാരി. 29 സമരിയാക്കാരി പറഞ്ഞതിൽ എന്താണ് ശരിയെന്ന് യേശു പറഞ്ഞത്? ഉത്തരം എനിക്ക് ഭർത്താവില്ല എന്ന കാര്യം. 30 നിനക്ക് 5 ഭർത്താക്കന്മാർ ഉണ്ടായിരുന്നു എന്ന് ആര് ആരോട് പറഞ്ഞു? ഉത്തരം യേശു സമരിയാക്കാരി സ്ത്രീയോട്. 31 യേശു ആരാണെന്ന് മനസ്സിലാക്കിയതായി സമരിയാക്കാരി പറഞ്ഞു? ഉത്തരം പ്രവാചകൻ. 32 യഥാർത്ഥമായ ആരാധന സ്ഥലം ഡാഷ് എന്ന് നിങ്ങൾ പറയുന്നു? പൂരിപ്പിക്കുക. ഉത്തരം ജെറുസലേമിൽ. 33 ഈ മലയിലോ ജെറുസലേമിലോ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം യേശു. 34 യഹൂദരിൽ നിന്നാണ് ഡാഷ് പൂരിപ്പിക്കുക? ഉത്തരം രക്ഷ. 35 യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന എന്ത് വരുന്നു? ഉത്തരം സമയം. 36 ആര് ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കും? ഉത്തരം യഥാർത്ഥ ആരാധകർ. 37 ദൈവത്തെ ആരാധിക്കുന്നവർ എങ്ങനെ ആരാധിക്കണം? ഉത്തരം ആത്മാവിലും സത്യത്തിലും. 38 ആര് വരുമെന്ന് സമരിയാക്കാരി പറഞ്ഞു? ഉത്തരം മിശിഹ ക്രിസ്തു. 39 മിശിഹ വരുമ്പോൾ എന്ത് അറിയിക്കും? ഉത്തരം എല്ലാ കാര്യങ്ങളും. 40 നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ എന്ന് ആര് പറഞ്ഞു? ഉത്തരം യേശു. 41 ശിഷ്യന്മാർ എന്ത് കണ്ടാണ് അത്ഭുതപ്പെട്ടത്? ഉത്തരം യേശു സ്ത്രീയോട് സംസാരിക്കുന്നത് കണ്ട്. 42 സ്ത്രീയോട് എന്തുകൊണ്ട് സംസാരിക്കുന്നു എന്ന് ആരാണ് ചോദിക്കാതിരുന്നത്? ഉത്തരം ശിഷ്യന്മാർ. 43 ആ സ്ത്രീ എന്ത് ചെയ്തിട്ട് പട്ടണത്തിലേക്ക് പോയി? ഉത്തരം കുടം അവിടെ വെച്ചിട്ട്. 44 ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞ മനുഷ്യനെ വന്നു കാണുവീൻ എന്ന് ആര് ആരോട് പറഞ്ഞു? ഉത്തരം സമരിയാക്കാരി പട്ടണക്കാരോട്. 45 റബ്ബി ഭക്ഷണം കഴിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ യേശുവിന്റെ മറുപടി എന്തായിരുന്നു? ഉത്തരം നിങ്ങൾ അറിയാത്ത ഭക്ഷണം എനിക്കുണ്ട്. 46 ആരെങ്കിലും ഇവന് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തിരിക്കുമോ
എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം ശിഷ്യന്മാർ. 47. എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവന്റെ ജോലി പൂർത്തിയാക്കുകയും ചെയ്യുന്നതാണ് എന്റെ ഭക്ഷണം എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം യേശു. 48. 4 മാസം കൂടി കഴിഞ്ഞാൽ ഡാഷ് പൂരിപ്പിക്കുക. ഉത്തരം വിളവെടുപ്പായി. 49. വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒപ്പം സന്തോഷിക്കേണ്ടതിന് അവൻ എവിടേക്കാണ് ഫലം ശേഖരിക്കുന്നത്? ഉത്തരം നിത്യജീവിതത്തിലേക്ക്. 50. ഡാഷ് എന്ന ചൊല്ല് ഇവിടെ സ്വാർത്ഥകമായിരിക്കുന്നു. ഏതാണ് ആ ചൊല്ല്? ഉത്തരം വിതയ്ക്കുന്നത് ഒരുവൻ, കൊയ്യുന്നത് മറ്റൊരുവൻ. 51. നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്ത വിളവ് ശേഖരിക്കാൻ ഞാൻ നിങ്ങളെ അയച്ചു എന്ന് ആര് ആരോട് പറഞ്ഞു? ഉത്തരം യേശു ശിഷ്യന്മാരോട്. 52. ആരുടെ സാക്ഷ്യം മൂലമാണ് സമരിയാക്കാരിൽ അനേകർ യേശുവിൽ വിശ്വസിച്ചത്? ഉത്തരം സമരിയാക്കാരി സ്ത്രീയുടെ സാക്ഷ്യം. 53. സമരിയാക്കാർ യേശുവിനോട് എന്താണ് അപേക്ഷിച്ചത്? ഉത്തരം ഞങ്ങളോടൊപ്പം താമസിക്കണമെന്ന്. 54. യേശു എത്ര ദിവസം സമരിയാക്കാരോടൊപ്പം താമസിച്ചു? ഉത്തരം 2 ദിവസം. 55. അവന്റെ ഡാഷ് ശ്രവിച്ച മറ്റു പലരും വിശ്വസിച്ചു. ഉത്തരം വചനം. 56. ഇവനാണ് യഥാർത്ഥത്തിൽ ലോകരക്ഷകൻ എന്ന് ആരാണ് മനസ്സിലാക്കിയത്? ഉത്തരം സമരിയാക്കാർ. 57. 4-ാം അധ്യായത്തിലെ 2-ാമത്തെ ശീർഷകം എന്താണ്? ഉത്തരം രാജസേവകന്റെ പുത്രനെ സുഖപ്പെടുത്തുന്നു. 58. സമരിയാക്കാരിൽ നിന്ന് 2 ദിവസം കഴിഞ്ഞ് യേശു എവിടേക്ക് പോയി? ഉത്തരം ഗലീലിലേക്ക്. 59. കാന എവിടെയായിരുന്നു? ഉത്തരം ഗലീലിയിൽ. 60. കഫർനാമിൽ ആരായിരുന്നു ഉണ്ടായിരുന്നത്? ഉത്തരം ഒരു രാജസേവകൻ. 61. ആരുടെ മകനായിരുന്നു രോഗബാധിതനായിരുന്നത്? ഉത്തരം രാജസേവകന്റെ മകൻ. 62. എന്ത് കേട്ടപ്പോഴാണ് രാജസേവകൻ യേശുവിനെ സമീപിച്ചത്? ഉത്തരം യൂദയായിൽ നിന്ന് ഗലീലിലേക്ക് എത്തിയെന്ന് കേട്ടപ്പോൾ. 63. അടയാളങ്ങളും ഡാഷും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല, പൂരിപ്പിക്കുക. ഉത്തരം അത്ഭുതങ്ങളും. 64. കർത്താവെ, എന്റെ മകൻ മരിക്കും മുമ്പ് വരണമേ എന്ന് ആര് ആരോട് പറഞ്ഞു? ഉത്തരം രാജസേവകൻ യേശുവിനോട്. 65. രാജസേവകനോട് യേശു പറഞ്ഞ മറുപടി എന്തായിരുന്നു? ഉത്തരം പോയിക്കൊള്ളുക, നിന്റെ മകൻ ജീവിക്കും. 66. യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് പോയത് ആരായിരുന്നു? ഉത്തരം രാജസേവകൻ. 67. ഏത് സമയത്താണ് രാജസേവകന്റെ മകന്റെ പനി വിട്ടുമാറിയത്? ഉത്തരം 7-ാം മണിക്കൂറിൽ. 68. നിന്റെ മകൻ ജീവിക്കുമെന്ന് യേശു പറഞ്ഞത് ഏത് സമയത്താണ്? ഉത്തരം 7-ാം മണിക്കൂറിൽ. 69. അവനും കുടുംബം മുഴുവനും ഡാഷ് പൂരിപ്പിക്കുക. ഉത്തരം വിശ്വസിച്ചു. 70. യൂദായിൽ നിന്ന് ഗലീലയിലേക്ക് വന്നപ്പോൾ യേശു പ്രവർത്തിച്ച 2-ാമത്തെ അടയാളം എന്താണ്? ഉത്തരം രാജസേവകന്റെ മകനെ സുഖപ്പെടുത്തിയത്. 71. ആദ്യത്തെ അടയാളം ഏത്? ഉത്തരം കാനായിലെ അത്ഭുതം.